The most important thing in life is not what you get, but what you give. A man who is a persistent pursuit of perfection. Ladies and gentlemen, let us begin with a thunderous applause to our Gurunathan, the one and only Mr. M.P. Narayanamma. Once John C. Maxwell said, a leader is one who knows the way, goes the way, and shows the way. The next dignitary is someone who makes his presence felt when he walks into the room, and I felt it today. A man who rose to the corporate setup, earlier worked in BARC and Hotel Corporation of India. The Assistant Vice President HR and Admin in Mahanagar Gas Limited, Mumbai. Let's welcome the one and only Mr. V.M. Unnikrishnan. Some people bring happiness wherever they go, and some whenever they go. And this gentleman belongs to the first category. Wherever he goes, whether it is New Delhi or Mumbai or Gujarat or Dubai, this man makes everyone happy around him. He does not need actually an introduction. Very dynamic personality. Studied in BCI from 1976 to 80, earlier as student and then later as a teacher. I think from Chorupura BCI he is the first man gone to Delhi. Currently serving as director in the railway ministry. The senior group admin of BCI alumni group in WhatsApp. Now you know who is that. The real driving force behind this alumni gathering. Let's welcome K. Gangadharan. The next VIP coming to the stage is a student of the very second batch in Mathil. He was an instructor also, and he is currently working in Kerala Government Cooperative Department. Ladies and gentlemen, let's welcome C.M. Raghavan with a thunderous applause. Until he reaches the stage, we have to clap. അടുത്തതായി ഗുരുനാഥൻസ് അഡ്രസ്. ഇപ്പൊ നമ്മുടെ മാഷ്, നമ്മൾ രാവിലെ മുതൽ വെയിറ്റ് ചെയ്യാണ് അല്ലേ മാഷ് വായന്ന് ഒഫീഷ്യലായിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും കേൾക്കാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഈസ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ മാഷ് ടു സേ എ ഫ്യൂ വേർഡ്സ്. ഇത്രയും കാലം ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടതാണ്. അപ്പൊ നിങ്ങൾ പറയുന്നത് കേൾക്കാനാണ് ഞാൻ ഇന്ന് വന്നത് ഇവിടെ. ഇനിയും ഞാൻ പറയുന്നതിന് നിങ്ങൾ വീണ്ടും കേൾക്കുക പറഞ്ഞാൽ അതൊരു റെപ്പറ്റേഷൻ ആയിരിക്കും. പക്ഷെ എന്നാലും എന്നെ വിളിച്ച വകയിൽ ഞാൻ രണ്ടു വാക്ക് പറയാം. ആദ്യമായിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നിങ്ങൾ പറഞ്ഞ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എന്നെ സഹായിച്ച അവിടുത്തെ സ്റ്റാഫിനെ ഞാൻ അഭിനന്ദിക്കുന്നു, നന്ദി പറയുന്നു. അവരെ എല്ലാവരും പേരത്തോളം ഞാൻ വിട്ടുപോകുമെന്നറിയില്ല, കാരണം ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിരുന്നില്ല. അതിൽ പ്രധാനം നമ്മളെ ഗംഗാധരനാണ്, കെ ഗംഗാധരൻ. പിന്നെ രാഘവൻ, ചെറുപുഴ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 5 വർഷത്തോളം സേവിച്ച. പിന്നെ നമ്മളെ ദാമോദരൻ, മാതൃശ്രീ ലീല, CM രാഘവൻ, ഇനിയും കുറേ ആളുണ്ട്. ഇപ്പോൾ ഒരു ദിവസമായാലും നമ്മളെ കെ ഗംഗാധരൻ ഒരു മാസം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഗംഗാധരൻ്റെ ഇതിൽ വരുമ്പോൾ UPSC ടെസ്റ്റ് പാസ്സായി. അപ്പൊ അന്ന് ഞാൻ ആലോചിച്ചു, ഇവൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഓർണമെന്റ് ആയിരിക്കും. ഇവിടെ പോയി അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കസേല അവിടെ വെച്ചിട്ട് പറഞ്ഞു, അല്ലേ രാഘവൻ ഉണ്ടായിരുന്നല്ലോ എന്നല്ലേ, നീ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു.
എനിക്ക് പണിയൊന്നുമില്ല. സാറിന് പറയും മിനിസ്റ്റർ വിതൗട്ട് പോർട്ട്ഫോളിയോസ്. സാറിന് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് പഠിക്കുന്നത് ഈ സമയം ഓർണമെന്റ്. അപ്പൊ ഒരു ദിവസം മാത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് അന്നേരം ഇവനോട് ഇരിക്കുന്നുണ്ട്. അന്നേരം ചോദിച്ചു, അന്നേരം UPSC അടുത്ത പരസ്യം വന്നിട്ടുണ്ട് അപേക്ഷിക്കാൻ, നാഷണൽ ഗ്രാഫേഴ്സിൻ്റെ. അന്നേരം ഇവൻ അടുത്ത് എന്താ പറഞ്ഞറിയോ, മാഷെ അതിനാ അപേക്ഷിക്കുന്നത്, എനിക്ക് പിന്നെ കഴിഞ്ഞ ടെസ്റ്റ് ഞാൻ പാസ്സായതല്ലേ, അപ്പൊ അത് കിട്ടുമല്ലോ, പിന്നെന്തിനാണ്? എനിക്ക് തോന്നി ഇവൻ ജീവിതത്തിൽ ഒരു അപേക്ഷ മാത്രമേ അയച്ചിട്ടുള്ളൂ, ഒന്ന് മാത്രമേ അയച്ചിട്ടുള്ളൂ. രണ്ടാമത് ഞാൻ ചോദിക്കുമ്പോൾ വിത്ത് ദാറ്റ് മച്ച് കോൺഫിഡൻസ്, അതാണ് അതിന്റെ. പിന്നെന്തിനാ രണ്ടാമത്തെ അയക്കുന്നത്? അപ്പൊ ഒന്ന് കിട്ടുന്ന ഉറപ്പാണ്. അപ്പൊ ഞാൻ ചോദിച്ചെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ചാൻസ് നഷ്ടപ്പെടില്ല. കറക്റ്റ് ഡേറ്റിന് അപേക്ഷിച്ചില്ലെങ്കിൽ പിന്നെ അടുത്തതിന് പോകാൻ പറ്റില്ല എന്ന് വെച്ചിട്ടാണ്. അപ്പോ കുറച്ച് കാര്യമുള്ളെങ്കിലും അതുപോലെ ഇവന്റെ ലേഖനങ്ങളെ സമദർശിനി നമ്മുടെ കയ്യെഴുത്ത് മാസിക പ്രസിദ്ധീകരിച്ചത് നിങ്ങൾക്കറിയാം. പലരും അതിൽ ലേഖനങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതില് ഗംഗാധരന്റെ ലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വെയിറ്റ് ഉള്ളതായിരുന്നു. ഇവൻ അന്ന് ഒരു 20 വയസ്സങ്ങനെ പ്രായമെങ്കിലും, 18 വയസ്സാണ് പ്രായമെങ്കിലും ഇവന്റെ ലേഖനത്തിന്റെ ഖനം അത് വായിക്കുമ്പോൾ മനസ്സിലാവും നമുക്ക്. ഖനം എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു മാച്യൂർഡ് പേഴ്സന്റെ ഇതായിരുന്നു. ഒരു ചില റെമിനിസെൻസസ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടില് ഞാൻ നേരത്തെ പറഞ്ഞ 50 പൈസ ഫൈൻ വാങ്ങുന്ന ഏർപ്പാടുണ്ടായിരുന്നു ആദ്യകാലത്ത്. ആ ബാക്കിലോട്ട് നോക്കിയാൽ ചുമരിലൊക്കെ എല്ലാവരും ഇരിക്കുക, ഡെസ്ക് ബെഞ്ച് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ചിലപ്പോ പുറത്തേക്ക് നോക്കിയാൽ അന്ന് 50 പൈസ ഫൈനാണ്. അങ്ങനെ ഇപ്പൊ അവസാനത്തെ കാലത്ത് ഇപ്പോ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർത്തുന്നതിന് ഒരു 3-4 വർഷം മുമ്പേ ഒരു സംഭവം ഉണ്ടായിരുന്നു. സംഭവത്തിന്റെ എന്താണ് ഫ്ലാഷ് ബാക്ക് മാതിരി പറയാ സംഭവം. ഒരു ദിവസം ഞാൻ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അന്നൊരു പ്രായമായ മനുഷ്യൻ, എനിക്കറിയാം, അയാൾ ഈ പുഴന്റെ അക്കരെ പ്ലാത്തോട്ടത്തിൽ കുടുംബമുണ്ട് ഇവിടെ താമസിക്കുന്നവരാണെന്ന് അറിയാം. അതിന്റെ ഏറ്റവും മൂത്ത ആളാണ്. അയാളും ഒരു പെൺകുട്ടി മകള് ഒരു വലിയ സഞ്ചി നിറയെ കുറെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്നു. അപ്പൊ ഇയാൾ വരുമ്പേ സാധനമുള്ള കൈമ കൊടുത്തിട്ട് തൊഴുതുകൊണ്ട് പറയുകയാണ്, മാഷേ ഒരു കാര്യം പറയാനുണ്ടോ? എന്താ കാര്യം? അന്ന് നിങ്ങൾ ഇവളെ കരുതേന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ടി വരത്തില്ല. അപ്പൊ കാര്യം എന്താ വെച്ചാൽ ഇവൾ അവിടെ ടൈപ്പ് റൈറ്റിങ്ങിന് ചേർത്തിന് ഇയാൾ. എന്നിട്ട് ഇവളെ അവിടെ വന്നാല് ആ റോഡിലേക്ക് ഇങ്ങനെ നോക്കിച്ചിട്ടു. അതായത് മുമ്പിലെല്ലാം പത്രമുണ്ട്. ഞാൻ 1-2 ദിവസം ആ പത്രത്തിൽ കൊണ്ടുപോകും, അത് വായിക്കും, വെറുതെ വായിക്കും. 2-3 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ വരുമ്പോൾ പിന്നെ ഇവളുണ്ട് അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കും. ഞാൻ പറഞ്ഞു, കള കഴുതുന്ന എന്നോട് അന്നേ പറഞ്ഞിട്ടില്ല, ഞാൻ ഇതിപ്പം വായിക്കും, ഇംഗ്ലീഷ് പത്രം എടുത്ത് വായിക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോ 2-3 ദിവസം നോക്കുമ്പോ അതില് വാണ്ടഡ് നഴ്സിംഗ് സ്റ്റുഡൻസ് ഒരു പരസ്യം കണ്ടുപിടും. അത് ബോംബെ ഹിന്ദുജ ഹോസ്പിറ്റൽ, നിങ്ങൾ കേട്ടുന്ന ബോംബെയിൽ ഹിന്ദുജ ഹോസ്പിറ്റൽ 25 സ്റ്റുഡൻസിന് മാത്രമേ അവർ എടുക്കുന്നുള്ളൂ ഇന്ത്യയിൽ. അത് ഇവളെ അപേക്ഷിച്ച് അവള് സെലക്ഷൻ കിട്ടിയിട്ട് അന്ന് വരുമ്പോൾ കുറെ ലഡുവും ജിലേബിയും ഒന്നും പറയണ്ട, ഒരു വലിയ ബാഗ് നിറച്ച് സാധനം ചെയ്തു. അത് അയാൾ പറഞ്ഞു, നിങ്ങൾ അന്ന് ഇവിടെ അത് വിളിച്ചിട്ടില്ലെങ്കിൽ. അപ്പോ ഇത് പക്ഷെ അത് കടുപ്പുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും അത് മധുരമായി മാറുന്നു. അങ്ങനെ ഒരു ചൊല്ലുണ്ട് നമ്മളെ ശാസ്ത്രങ്ങളിൽ, ആദ്യം വിഷായി തോന്നുന്നത് അവസാനം മധുരമായിട്ട് അമൃതമായിട്ട് പോയി. ഭഗവത്ഗീതയിലെ വാക്യാണ് തോന്നുന്നത്. അതുപോലെ ആദ്യം മധുരമായി തോന്നുന്നത് അവസാനം വിഷമായിട്ട് ഭവിക്കും. അപ്പൊ വിവേകാനന്ദയിലുള്ള ഇത് എപ്പോഴും ആദ്യം വിഷമായിട്ടാണ് തോന്നുക. അതിനൊരു കാരണം വെച്ചാൽ എന്നെ പ്രേരിപ്പിച്ച് ഈ സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗങ്ങളുണ്ട്, 8 വോളിയമാണ്. അത് എന്നും ഞാൻ വായിക്കും. അപ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് ഗുണകരമായി വല്ലതും ഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വിവേകാനന്ദ സ്വാമികളുടെ വാക്കുകളാണ്. ഞാൻ വെറും ഒരു മൈക്കാണ്. ഞാൻ എനിക്ക് പോലെ നിർത്താൻ കഴിയാത്ത വിധം അതങ്ങനെ ഒഴുകുകയാണ്. അവിടെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, കഴിയുമെങ്കിൽ സ്വാമി വിവേകാനന്ദന്റെ സാഹിത്യ സർവസ്വം, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങള് 8 വോള്യത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ്, മലയാളമുണ്ട്. പറ്റുന്നെങ്കിൽ നിങ്ങളൊരു ഇത് മേടിക്കുക. അത് അവർ സബ്സിഡൈസ്ഡ് റേറ്റിൽ കൊടുക്കുന്നത് 400, 500, 1000 താഴെയുള്ള വില. അത് ഒരു പ്രാവശ്യം വായിച്ചാലൊന്നും മനസ്സിലാവുകയും ചെയ്യില്ല. പക്ഷെ എന്നാലും
ഒന്ന് പറ്റുമെങ്കിൽ ഒരു സെറ്റ് വാങ്ങുക. രാമകൃഷ്ണ മിഷൻ കൽക്കത്തയിലോ അല്ലെങ്കിൽ ആ വൈറ്റിയിൽ ആശ്രമത്തിലുണ്ട് അവിടെ. അതെ, പിന്നെ ഒന്ന് വാങ്ങി വായിക്കുക. അവിടെ 2-3 വാക്യങ്ങൾ പറയാം. രവീന്ദ്രനാഥ ടാഗോർ പറയാണ്, അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റാണ്: ഭാരതത്തെ കുറിച്ച് വല്ലതും നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ സ്വാമി വിവേകാനന്ദനെ വായിക്കുക. ഗാന്ധിജി പറയുന്നതാണ്. ഒരു അവിനാശി ലിംഗ ചെട്ടിയാറുണ്ടായിരുന്നു, ഒരു വിദ്യാഭ്യാസ വിദഗ്ധൻ മദ്രാസിൽ. ഗാന്ധിജിന്റെ പേഴ്സണൽ ഫ്രണ്ടാണ്. അതുപോലെ വിവേകാനന്ദ സ്വാമികളുടെ. അയാൾ വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ നിന്ന് കുറെ വിദ്യാഭ്യാസത്തെ കുറിച്ച് അയാൾ പറഞ്ഞ എക്സ്ട്രാക്ട് എല്ലാം കളക്ട് ചെയ്ത് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ എന്നുള്ള പേരിൽ പുസ്തകം ഇറക്കാൻ തീരുമാനിച്ചു. അതിന് എപ്പോഴും ഒരു പുസ്തകങ്ങൾ ഒരു ഫോർവേഡ് എഴുതാറുണ്ട്. ആരെ കൊണ്ടെങ്കിലും ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് കൊണ്ട് എപ്പോഴും എഴുതി, രാമകം, അവതാരിക. അങ്ങനെ ഇദ്ദേഹം ഗാന്ധിജിക്ക് ഒരു കത്തയച്ചു. ഇങ്ങനെ വിവേകാനന്ദ സ്വാമികളുടെ കുറെ പ്രസംഗത്തിലെ രക്ഷപ്പെടുത്തി ഞാൻ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നു, അതുകൊണ്ട് ഗാന്ധി അതിനൊരു ഫോർവേഡ് എഴുതണം എന്ന് പറഞ്ഞു. അന്നേരം ഗാന്ധി ഇയാൾക്ക് എഴുതി, സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗങ്ങൾക്ക് ഒരു ആരുടെ അവതാരിക ആവശ്യമില്ല, അതിൻ്റെ ഉത്ബോധന ശക്തി അത്രമാത്രം അപാരമാണ്. ഇനി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു വാക്യം ഞാൻ പറയാം. വിവേകാനന്ദൻ ഭൂതകാലത്തിനെ കുറിച്ച് വേരൂന്നി നിന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെല്ലാം വളരെ ആധുനികമായിരുന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്നാണത്. ഭാരതത്തിൻ്റെ എങ്ങനെ ഭാരതം ഇരിക്കണം എന്ന് പഠിച്ച് അത്ഭുതപ്പെടാൻ ഞാൻ 39 വർഷം കൊണ്ട് ഒരു മനുഷ്യൻ ഇത്രയും പഠിച്ച് ഏത് ഇതിനെക്കുറിച്ചും അഭിപ്രായങ്ങളാണ് എങ്ങനെ ഇരിക്കണം എന്നുള്ളത്. ഞാനത് സംഗതിയാ പറഞ്ഞു പോയതാണ്. അപ്പോ അത് ഞാൻ അന്ന് നല്ലോണം വായിക്കും, ഇപ്പോഴും വായിക്കാറുണ്ട്. കുഞ്ഞിരാമൻ പറയുന്നില്ല, DYSP കുഞ്ഞിരാമൻ അല്ലേ, നീ വന്ന പുസ്തകം ആ പുസ്തകം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ അത് വായിക്കും, സ്റ്റിൽ വായിക്കും. ഞാനത് വായിച്ചാൽ മാത്രം പോരാ, നമ്മൾ അതിനെ കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യാം. അപ്പോ ആ വായിച്ചതിന്റെ ആ സ്പിരിറ്റ് എന്റെ വായിൽ കൂടി നിങ്ങളോട് വരികയാണ്. അത് നിങ്ങളെ വളരെയധികം ടച്ച് ചെയ്തിരുന്നുള്ളത് നിങ്ങളുടെ സംസാരത്തിൽ തന്നെ വരുന്നതാണ്, ഞാൻ പറഞ്ഞല്ലാതെ. അതൊരു ചെറുപ്പക്കാരനല്ലേ, നിങ്ങളന്ന് കുട്ടികളായിരുന്നു. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് ബേർഡൻസ് ഉണ്ട്, മക്കള്, കുടുംബം, ഇങ്ങനെയുള്ള ജോലി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം. അന്ന് നിങ്ങൾക്ക് അത്രയൊന്നുമില്ല. അപ്പൊ ഒരു ടീച്ചർക്ക്, ഞാനൊരു ടീച്ചർ, സക്സസ്ഫുൾ ടീച്ചർ ഒന്നുമല്ല ഞാൻ അവകാശപ്പെടുന്നതല്ല, ഇത് നിങ്ങളിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ദാമോദരൻ എനിക്ക് വലിയൊരിതാണ്. ഷോർട്ട് ആൻഡ് ഹയറിന് കുട്ടികളെ അയക്കാനുള്ള എനിക്കുള്ള വലിയൊരു എൻകറേജ്മെന്റ് ദാമോദരനാണ്. അതുപോലെ ഞാൻ ആർമിയിൽ നിന്ന് നാട്ടിൽ വന്ന് ഞാൻ ആർമിയിൽ നിന്ന് വരുമ്പോൾ അവിടെ നമുക്ക് സിവിലിൽ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാം. അങ്ങനെ ഒരു നമ്മളെ ISRO ട്രിവാൻഡ്രം, അന്ന് അതിന് ടേഴ്സ് എന്ന് പറയും, തുമ്പ ഈക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്നതിന്റെ പേര് ടേഴ്സാണ്. അതിൽ ഞാനൊരു അപേക്ഷ അയച്ചിട്ടുണ്ട്. അങ്ങനെ അവരെന്നെ ഞാൻ ഇവിടെ വന്ന് നാട്ടിൽ വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി ഒരു 3 മാസം. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത് ഒക്ടോബർ 2-നാണ് 1970. ഇതൊരു ഡിസംബറിലാണ് എനിക്ക് തോന്നുന്നു, 70 ഡിസംബർ, 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കത്ത് തോന്നി, പിന്നെ നിങ്ങൾ ഇവിടെ ഇന്റർവ്യൂവിന് ഹാജരാവണം. അങ്ങനെ പോയി ഹാജരായി. അതൊക്കെ എനിക്കൊരു LDCന്റെ പോസ്റ്റ് ഓഫർ ചെയ്തു. അന്ന് ഗംഗാരുണ്ട് ഇല്ലേ, അവിടെ ഇവനാക്കിയിട്ടാണ് ഞാൻ പോയിരുന്നത്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു, വേണം ഞാൻ ഓൾറെഡി ആ പോസ്റ്റിൽ ഇരുന്നതാണ്, LDC പോസ്റ്റിൽ ഇരുന്നത്. UDC എങ്കിലും കിട്ടാണ് മാത്രമേ ഞാൻ വരുന്നുള്ളൂ. അത് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അറിയിക്കുക. അതങ്ങനെ നിവൃത്തിയില്ല, അതങ്ങനെ നമ്മുടെ പ്രൊഫഷൻ അതല്ല. അങ്ങനെ ഞാൻ തിരിച്ചു വരുമ്പോൾ അവിടെ ഞാനൊരു K. രാധാകൃഷ്ണനെ കണ്ടുമുട്ടിയിരുന്നു. അന്ന് കോഴിക്കോട് വന്നീ ഉണ്ടായിരുന്നു, ഓൾ ഇന്ത്യ റേഡിയോയില് ഇല്ലേ, രാധാകൃഷ്ണൻ കോഴിക്കോട് നമ്മളെ കണ്ടോർമ്മയുണ്ട്. K. രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. അപ്പോ രാധാകൃഷ്ണൻ മാതൃഭൂമി പത്രത്തില് ജോലി ചെയ്യണം. അപ്പൊ അയാള് പിന്നെ ഞങ്ങൾ വിളിക്കും, പല സമയത്തും ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് ഈ ഷോർട്ട് ഹാൻഡിനെ കുറിച്ചൊക്കെ ധാരാളം സ്കോപ്പ് ഉണ്ട്, ഈ മാതൃഭൂമി തന്നെ സ്നോക്കെ ധാരാളം ഉണ്ട്, അതെല്ലാം ഒരുപാട് എനിക്കൊരു എൻകറേജ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അയാൾ രാധാകൃഷ്ണൻ അവസാനം മാതൃഭൂമിയുടെ ഇത് മാനേജിംഗ് ഡയറക്ടറായിട്ടാണ് തിരിഞ്ഞത്. ആ രാധാകൃഷ്ണൻ നമ്മൾ കണ്ട്. അപ്പോ ഈ ഞാൻ ആ വിഷയം എടുത്തിട്ടത് ആ പ്രചോദനം. അപ്പൊ ചെറിയ കുട്ടികളായിരിക്കെ നിങ്ങൾക്ക് ഇത്രയും പ്രചോദനം ഒരു വ്യക്തിക്ക് സാധിക്കുന്നില്ലേ? നമ്മുടെ ഈ രാജ്യത്തിനെ മാറ്റിമറിക്കാൻ എന്തായിരിക്കുക, എത്ര ചെറിയ എഫർട്ട് ഞാൻ ചോദിച്ചൊക്കെ. ഞാൻ ഇന്ന് പറയാണ്,
ഈ അവസ്ഥ ഇങ്ങനെ സംഘടിപ്പിച്ച് നിങ്ങൾ എത്ര മാത്രം നിങ്ങളുടെ ബ്രെയിൻ യൂസ് ചെയ്തു, ഈ ആധുനിക സംവിധാനങ്ങളെ മുഴുവൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തി. ഇതുകൊണ്ട് ഒരു അലൂമിനിയൊന്നും ഒന്നുമില്ല. ഇന്ത്യയെ മാറ്റിമറിക്കുന്ന എന്തും ഒരു എഫർട്ട് നിങ്ങൾ ഇത് തുടക്കമാക്കണം. നിങ്ങളുടെ വിവേകാനന്ദ നമ്മൾ പറയും, നിങ്ങൾ എനിക്കൊരു 50 മനുഷ്യരെത്താം, ഞാൻ ഇന്ത്യയെ മറിച്ചിടാം. ഈ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന അപൂർവമായ ശക്തി, അത് ഒരാളുടെ ശക്തി വേറെ, കളക്റ്റീവ് ആകുമ്പോൾ അതിന്റെ ശക്തി എത്രയോ ഇരട്ടി വരും. ഏതായാലും ഒന്നിച്ച് ഒരു റൂമിൽ ഒറ്റക്ക് കിടക്കുമ്പോ നമുക്ക് തണുപ്പുണ്ടാവും. പക്ഷെ കുറെ ആൾ കൂടി ഉത്സവത്തിനൊക്കെ പോയി നോക്കിയിട്ട് കുറെ ആൾ കൂടി അടിയിരിക്കുമ്പോൾ തണുപ്പ് കൊണ്ടുപോകും നോക്കുക. അതുപോലെയാണ്. അപ്പൊ ഇറ്റ് മൾട്ടിപ്ലൈസ്. ഒരാളുടെ ആശയം കുറെ ആൾ കൂടി പ്രവർത്തിക്കുമ്പോൾ അതിന്റെ 10,000 ഇരട്ടി. അത് 5 ആളെ ഉള്ളതും 5 ഇരട്ടി അല്ലാതെ 10,000 ഇരട്ടിയായി അത് മാറും. പറ്റുമെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, അതിന് ഒരു വേദി ചെറിയൊരു ബീജം ഇടാൻ വേണ്ടി ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞതാണ്. എൻ്റെ ഒരു ആശയം ഉണ്ടായിരുന്നു, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഗംഗാനോട് ഒരു ദിവസം പറയും ചെയ്തു, ഈ അവസാനത്തെ ഒരു 10-15 വർഷം എൻ്റെ മനസ്സിലുള്ള ചിന്തയാണ്, ഞാൻ നിങ്ങളെ സ്റ്റെനോഗ്രാഫർ എന്ന് പറഞ്ഞ ഒരു സബോർഡിനേറ്റ് സ്റ്റാഫായിട്ടാണ് ട്രെയിൻ ചെയ്തത്, ഒരു എക്സിക്യൂട്ടീവ് ആയിട്ടല്ല. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പോളിസി മേക്കിങ്ങിൽ പങ്കാളിത്തം വേണമെങ്കിൽ ഇതല്ലാതെ കുറച്ചും കൂടെ ഉയർന്നൊരു പദവിയിൽ നിങ്ങൾ എത്തണം. ഇന്ന് നിങ്ങൾ പലരും എത്തിയിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷന്റെ കാര്യം പറഞ്ഞ പോലെ, ഞങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ, രാഘവന്റെ പറഞ്ഞ പോലെ, പലരും അവിടെ ഇരിക്കുന്നവർ പറഞ്ഞ പോലെ നിങ്ങൾ അതിന്റെ ഉയർന്ന പദവിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഡയറക്റ്റ് അല്ല. അപ്പൊ ഡയറക്റ്റ് നമുക്ക് കുറെ ഈ നാട്ടിൽ നിന്ന് ഇന്ത്യയുടെ പോളിസി മേക്കിങ്ങില്, കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പോളിസി മേക്കിങ്ങില് പങ്കാളിത്തം കിട്ടാവുന്ന കുറച്ച് പ്രതിഭകളെ ചെറുപ്പക്കാരെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാരതത്തിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ പറ്റും. അപ്പോ ഇറ്റ് മേക്സ് എ ഡിഫറൻസ് എന്ന ഒരു വാക്യമുണ്ട് ഒരു പുസ്തകം. അതില് ഒരച്ഛനും മകനും ഒരു കടൽ തീരത്ത്, ഒരു എന്താണ് കടൽ തീരത്തിന്റെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ബീച്ചിൽ കൂടി ഇങ്ങനെ കടന്നു പോയിരുന്നു. അപ്പൊ കടലിന് തിര ഇങ്ങനെ അടിച്ചു വരുമ്പോ ചെറിയ മത്സ്യങ്ങൾ ഇങ്ങനെ വീഴും, ഇങ്ങോട്ട് വന്ന് വീഴും, തുള്ളും, പഠിച്ച് ചിലതൊക്കെ ചാവും, ചിലതൊക്കെ അങ്ങനെ. ഇത് ആയിരക്കണക്കിന് 10,000 മത്സ്യക്കുട്ടികൾ, ചെറിയ കുഞ്ഞുങ്ങൾ ഇങ്ങനെ തുള്ളി വരും. അങ്ങനെ വരുമ്പോ ആ ഒരു കുട്ടി, ആ ചെറിയ കുട്ടി അതിന് ഒരു മീൻ എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് അപ്പൊ അച്ഛൻ ചോദിക്കും, എന്താ അതിന്റെ കാര്യം? അതുകൊണ്ട് എന്താ കാര്യമുള്ളത്, ബാക്കി എത്ര കൂടെ ചോദില്ല. എന്തായാലും ആ കുട്ടി പറയാണ്, ഇറ്റ് മേക്സ് എ ഡിഫറൻസ്. അപ്പൊ ചെറിയതാണെങ്കിലും നിങ്ങൾ ആ കോൺട്രിബ്യൂഷൻ അത് കളക്റ്റീവായി വരുമ്പോൾ വലിയതായിട്ട് മാറും. അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അന്നേരം പ്രധാനമായിട്ട് വേണ്ടത്, ഇന്നറിയാം സംഘടനകൾ എന്ന് പറയുന്നത് പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഇസ് എൻഡ് ഓഫ് ഡെത്ത് ഓഫ് ക്രിയേറ്റിവിറ്റി. വാസുദേവൻ എനിക്ക് ഈ ഇന്റർനെറ്റിൽ നിന്ന് എൻ്റെ ഇമെയിലിലേക്ക് ഞങ്ങളിങ്ങനെ ഒരു അലൂമിനി ഉണ്ടാക്കുന്ന മാഷയുടെ ഇത് വേണമെന്നെല്ലാം പറഞ്ഞിട്ട് വാസുദേവൻ എനിക്ക് അയച്ചു. ഞാൻ അമേരിക്കയിൽ ഇരുന്ന് ഇതിങ്ങനെ വായിച്ചു. 2 മാസം ഞാൻ മറുപടി എഴുതിയിട്ടില്ല. അതിന് 2 മാസം ഞാൻ മറുപടി എഴുതിയിട്ടില്ല. കാരണം an organization means it is the depth of creativity, ingenuity. അതിൽ സൃഷ്ടിപരതയില്ല. ലോകത്തിലെ സംഭാവനകൾ മുഴുവൻ വന്നത് വ്യക്തിയിൽ നിന്നാണ്. ആ സംഭാവനകളെ അവനവന് വേണ്ടി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനോ ഓർഗനൈസേഷൻസ് ഉണ്ട്. പക്ഷേ എന്ത് ക്രിയേറ്റിവിറ്റി ആരുടെ ജീവിതം നിങ്ങൾ എടുത്തു നോക്കിയാലും, സയന്റിസ്റ്റുകൾ എടുത്ത് നോക്കട്ടെ, മറ്റുള്ള ഇവരെ എടുത്ത് നോക്കട്ടെ, അതെല്ലാം ഇൻഡിവിജ്വൽസ് ആണ്. സംഘടനകളല്ല ഇന്നുള്ള ഇതൊന്നും കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള സംഘടനയാണ് ഞാൻ പറയാൻ പോകുന്നെങ്കിലും അതിന് ഒരുപാട് ദോഷങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ആ ദോഷങ്ങളെ കുറിച്ച് ബോധവാനായാൽ പിന്നെ പ്രശ്നമില്ല. അപ്പൊ സംഘടനകളുടെ ദോഷം എന്താണെന്ന് കൂടി പറയാം.